അയാൾ കഞ്ചാവ് കച്ചവടം ചെയ്യുന്നത് മോൻ കണ്ടോ? കണ്ടു സാറേ. 10ാം ക്ലാസ്സിലെ മനീഷിന്റെ ടിഫിൻ ബോക്സിലാ അയാള് കഞ്ചാവ് വെച്ചു കൊടുക്കുന്നത്. ആഹാ, മിടുക്കൻ. അങ്ങനെ ഈ മിടുക്കൻ വിചാരിച്ചതുകൊണ്ടാ സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽക്കുന്ന സംഘത്തെ പോലീസിന് പിടിക്കാൻ പറ്റും. ഇവൻ ശരിക്കും ആള് പുലിയാണ് കേട്ടോ. SI സാറിന് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. മോനെ, നീ എന്തായാലും നല്ലൊരു കാര്യം ചെയ്ത്. നിനക്ക് ഈ SI എങ്കിൽ എന്താ തരേണ്ടത്? എന്താടാ? അങ്കിൾ, എനിക്ക് കൂളിംഗ് ഗ്ലാസ് തരാമോ? ആഹാ, നീ മിടുക്കനടാ. അല്ലെങ്കിൽ ഇത്ര സമർത്ഥമായിട്ട് നീ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരില്ലല്ലോ. ദേ, SI എങ്കിലും വക ഈ കൂളിംഗ് ഗ്ലാസ് നിനക്കിരിക്കട്ടെ. ഹാപ്പി? ഡബിൾ ഹാപ്പി. എടാ ചെറുക്ക, നീ ആള് കൊള്ളാലോ. നീ ശരിക്കും പുലിക്കുട്ടി തന്നെ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ പോലീസ് അങ്കിൾമാരെ എന്നെ കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ വിശ്വാസമായി. ഐ ആം ദി ഹീറോ. എന്നാ ഞങ്ങൾ വെക്കോട്ടെ. ശരി സാറേ. കുട്ടി സേഫായിട്ടൊന്നും ഞെത്തിയല്ലോ. ഓ ശരി ശരി. ഓ വലിയ ഉപകാരം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ശരി എന്നാ. ഓ ശരി. അയ്യോ ആന്റി, എനിക്കിത് മതി. കഴിക്കും മോളെ, വയറ് നിറയെ കഴിച്ചിട്ട് പോയാ മതി. ഇതെന്താ, യാമിനി ചേച്ചിയുടെ കോയിൻ കളക്ഷൻ ആണോ? ഇത് കോയിൻ കളക്ഷൻ ഒന്നും അല്ല. ഇന്നലെ ഇവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയേ അമ്മ ഒരുപാട് നേർച്ച നേർന്നു. അതൊക്കെ നടത്താനുള്ള പൈസ ഇട്ട് വെക്കാം. ഇവന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഈ കുടുക്ക് എപ്പോഴും നിറഞ്ഞു പൊട്ടിത്തെറിക്കുന്ന സമയമായി. എന്താടി എന്റെ സ്വഭാവത്തിന് കുഴപ്പം? ഞാൻ ശരിക്കും ഹീറോ അല്ലേ? പിന്നെ ഹീറോ അല്ല, സീറോ. നീ ഇന്നലെ പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ എന്ത് പറഞ്ഞു? മൂകാംബിക ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവി അനുഗ്രഹിക്കുമെന്ന്. വീട്ടുകാരുടെ മുന്നിൽ എന്നെ സ്റ്റാർ ആക്കണേന്ന് ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ ദേവിയെ. ഇന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ ശരിക്കും ഹീറോ ആയില്ലേ? പോലീസ് അങ്കിൾമാര് വരെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും എന്നെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞത് നീ കേട്ടില്ലേ? അത് ശരിയാ. ദേവിയോടൊന്ന് പ്രാർത്ഥിച്ചപ്പോ തന്നെ ദേവി നിന്നെ അനുഗ്രഹിച്ചു. ഇങ്ങനെയാണെങ്കിൽ നീ നേരിട്ട് മൂകാംബിക ചെന്ന് പ്രാർത്ഥിച്ച നിന്റെ ആഗ്രഹം പോലെ ദേവി നിന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫുട്ബോൾ പ്ലെയർ ആക്കും. എന്റെ ദേവി എന്നെ ഏറ്റവും കിടു ഫുട്ബോളറാക്കി മാറ്റണേ. ഞാൻ എന്തെങ്കിലും ദേവി ഒന്ന് നേരിട്ട് കണ്ടു തൊഴുതോളാം. എനിക്ക് മതി. ദേ ചെറുക്ക, രാത്രി ഒരു വക കഴിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് രാവിലെ ജാട കാണിക്കുന്നു. മര്യാദക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. അതെ, ദേവി എന്നെ ഒരു സ്റ്റാർ ഫുട്ബോളർ പ്ലെയർ ആക്കി മാറ്റുമല്ലേ? നിന്നെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. ദേവി
തഥാസ്തു. കാലപ്രയാണത്തിൽ നിന്റെ ആഗ്രഹം സഫലമാവട്ടെ. ഭാവിയിൽ നിന്റെ പേരിനാൽ നിന്റെ നാടും ദേശവും അഭിമാനിക്കാൻ ഇടയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ വേതാളി? ഓ ഘോര, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, ഇത്രയും മതിയാവോ? മതി, ധാരാളം. അല്ല ഘോര, സാധാരണ ഘോര ഹോമത്തിന് ഈ വക പഞ്ചാമൃത കൂട്ടൊന്നും ഉപയോഗിക്കുന്നതല്ലോ. ഇപ്പൊ എന്തിനാ ഇതൊക്കെ? ഇതെനിക്ക് വേണ്ടിയല്ല. ഇവിടെ പ്രാണനേക്കാൾ വിലപ്പെട്ട ദേവഭക്തി ആഭരണമായി കൊണ്ടു നടക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, ദേവൂട്ടി. അവളെ ഒന്ന് വരുതിയിലാക്കാനാണ് ഈ പഞ്ചാമൃതക്കൂട്ട് നിന്നോടെത്തിക്കാൻ പറഞ്ഞത്. ദൈത്യമന്ത്രം ചൊല്ലി അശുദ്ധമാക്കിയ ഈ പഞ്ചാമൃതക്കൂട്ട് ദേവൂട്ടിയുടെ ഉള്ളിൽ ചെന്നാൽ അത് ദഹിച്ച് രക്തത്തിലൂടി അവളുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്കെത്തും. അതോടെ അവളുടെ ദൈവിക അംശവും ദൈവഭയവും അശേഷമില്ലാതാകും. പിന്നെ അവൾ ഈ ഘോരയുടെ പരിധിക്ക് വരും. അങ്ങനെ സംഭവിച്ചാൽ അമാവാസിയും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ദിനം കന്യാബലി ഈ ഉഗ്രസേന ഘോര നിഷ്പ്രയാസം നടത്തും. എങ്കിൽ വേണ്ട സഹായങ്ങൾ ഒരുക്കി അങ്ങയുടെ കൂടെ ഞാനും നിൽക്കാം. വേണ്ട വേണ്ട,